ഈ അടുത്ത കാലത്ത് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് എപ്സ്റ്റീൻ ഫയൽസ്. ജെഫ്രി എപ്സ്റ്റീൻ എന്നറിയപ്പെടുന്ന ഒരു ക്രിമിനൽ റെക്കോർഡ്സ് ആണ് എപ്സ്റ്റീൻ ഫയൽസിൽ നമുക്ക് വെളിവായത്. എപ്സ്റ്റീൻ ഫയൽസിൽ വന്ന പേരുകൾ കണ്ട് ലോകം ഞെട്ടിവിറച്ചു. എപ്സ്റ്റീൻ ഫയൽസുമായി മാനിഫെസ്റ്റേഷന് എന്താണ് ബന്ധമെന്നല്ലേ? മാനിഫെസ്റ്റേഷനിലെ ഒരു പ്രധാന ഘടകമാണ് കർമ്മ. നമ്മൾ ഞെട്ടിയ എപ്സ്റ്റീൻ ഫയൽസിലെ ഒട്ടുമിക്ക പേരുകളും ലോകത്തെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ പേരുകളാണ്. കർമ്മ സത്യമായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവരൊക്കെ ജീവിതത്തിൽ ഇത്രയും ഉയർന്ന നിലയിലെത്തിയത്? ചെയ്യുന്ന ക്രൂരതകൾക്ക് അതാത് ജന്മത്തിൽ തന്നെ കണക്ക് തീർത്ത് കർമ്മ ലഭിക്കാത്തതിന് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ എക്സ്പ്ലനേഷൻ പറയാം. ഒന്ന്, ആ ടൈം ലൈൻ ഈ ജന്മത്തിൽ ഓടി തീർന്നിട്ടില്ല, അടുത്ത ജന്മത്തിലായിരിക്കാം അത് കിട്ടുന്നത്. ഇത് കുറച്ച് സ്പിരിച്വലായ എക്സ്പ്ലനേഷൻ ആണ്, കുറച്ചുകൂടെ സൈക്കോളജിയുമായി കണക്ട് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ. ആ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെങ്കിൽ, ഒരു തരത്തിലും ഒരു ചിന്ത പോലും അയാളുടെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾക്ക് കർമ്മ കിട്ടില്ല. ജന്മങ്ങളായി നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞു കിടക്കുന്ന ഇത്തരം ജനറ്റിക് മെമ്മറികളെ തിരിച്ചറിഞ്ഞ് അത് മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാൻ പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നു.